ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ കാർ ഗ്യാരേജ് കേരള. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് വെച്ചാൽ ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാനായിട്ടാണ്. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. ഞാനിപ്പോൾ ഇന്ന് ഉച്ചക്കാണ് എടുക്കാൻ നിൽക്കുന്നത്. അപ്പോൾ ഞാനിന്ന് നിങ്ങൾക്ക് എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള തൊട്ട് മുമ്പിലുള്ള കുറച്ച് പാടങ്ങളും വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, ഇതാണ് ഞങ്ങളെ ഇവിടുത്തെ പ്രതിരഗണീയമായ കാഴ്ചകൾ. കുറേ കന്നുകാലികളും അങ്ങോട്ടൊക്കെ കുറേ പാടങ്ങളും ഉണ്ട്. ഇതാ കുറേ കന്നുകാലികളൊക്കെ ഉണ്ട്. നല്ല രസമുള്ളൊരു പാടമാണിത്. അപ്പോൾ ഇനി എൻ്റെ വീട്ടിലെ കുറച്ച് കാഴ്ചകൾ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, ഇതാണ് ഞങ്ങളിവിടെ മൈലാഞ്ചി ഇല എന്നൊക്കെ പറയുന്നതല്ല, ഇത് വെച്ച് മൈലാഞ്ചി അരച്ചുണ്ടാക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഗൈസ്, ഇതാണ് ഞങ്ങളിവിടെ ചവിട്ട പുട്ടിക്കായ് എന്ന് പറയുന്ന കായ്. ഇതിങ്ങനെ നിലത്തിട്ട് ചവിട്ടിയാൽ ഇങ്ങനെ ടിക് ടിക്ന്ന് സൗണ്ട് ഉണ്ടാവും. ഹലോ ഗൈസ്, അപ്പോൾ ഇതാണ് ഞങ്ങളെ ഇവിടുത്തെ വഴി. അതിൻ്റെ അപ്പുറത്തേക്ക് നോക്കിയാൽ അവിടെ കുറേ ഇഞ്ചികളും കുറേ പാടങ്ങളൊക്കെ കാണാം ഗൈസ്. അപ്പോൾ ഈ പാടങ്ങളൊക്കെ കൃഷി നയിച്ചുകൊണ്ട് പണിയെടുക്കുന്ന ചേട്ടന്മാരതാ അവിടെയുള്ള ആ കുടിലാണ് താമസിക്കുന്നത്. ഇതാണ് ഞങ്ങളിവിടെ കാണാനായിട്ട് രസമുള്ള പൂ. ഓറഞ്ച് കളറാണിത്, നല്ല രസമാണ്. ഞാൻ ഒന്ന് പറിച്ച് കാണിച്ചു തരാം. നല്ല രസം. അത് ഞങ്ങൾ ഇങ്ങനെ ഇങ്ങനെ എടുത്തൊരു ഒറ്റയറാം. അപ്പോൾ ഗൈസ്, ഇതാണ് ഞങ്ങളുടെ മുള്ളമ്പൂ എന്ന് പറയുന്ന പൂവ്. ഇത് ഈ മരത്തിൽ നിറച്ചുണ്ട് കേട്ടോ. നല്ല രസം ഇത് കാണാൻ. ഇതിങ്ങനെ ഈ സംഭവം ഇങ്ങനെ എടുക്കും, ഇങ്ങനെ വരും. അപ്പം നല്ലൊരു രസം ഇങ്ങനെ കാണാനായിട്ട്. അപ്പോൾ ഗൈസ്, ഇതാണ് ഞങ്ങളെ ഇവിടുത്തെ പറമ്പ്. ഈ ഒരു ഇത് കണ്ടോ, ഇത് നല്ല രസമാണ്. ഇതിങ്ങനെ എടുത്ത് ഇങ്ങനെ ആക്കിയാൽ ബബിളൊക്കെ ഇപ്പോൾ ഇങ്ങനെ വിട്ടാൽ, പക്ഷെ ഇപ്പം എനിക്ക് വിടാൻ അറിയില്ല ഗൈസ്. അപ്പോൾ ഇത് കൂടെ ഒരു വഴിയുണ്ട്. ആ വഴി കൂടെ നേരെ അങ്ങനെ കയറിപ്പോയാൽ ഞാൻ പഠിക്കുന്ന GHS മാതമംഗലം സ്കൂളിൻ്റെ മുമ്പിലെത്തും. ഇതാണ് ഞങ്ങളെ വീടിൻ്റെ ടെറസ് നോക്കിയാൽ കാണാൻ പറ്റുന്ന കാഴ്ചകൾ. ടെറസിൻ്റെ സൈഡിൽ നിന്ന് നോക്കിയാൽ കാണുന്ന വ്യൂ ഇതാണ്. വലിയ മരം ഉണ്ട് അവിടെ. ഈ കാണുന്ന വഴി കൂടെ കയറിപ്പോയാലും ഞാൻ പഠിക്കുന്ന GHS മാതമംഗലം സ്കൂളിൻ്റെ അടുത്തെത്തു. ആ കാണുന്നൊരു വീട്ടിൽ അവിടെ ഒരു കൂടുണ്ട്, അതിൽ നിറച്ചും പട്ടികളാണ്. അപ്പോൾ അത് ഞാൻ അടുത്ത വീഡിയോയിലേക്ക് കാണാം. അപ്പോൾ ഗൈസ്, ആ കാണുന്ന ഒരു നീല ഷീറ്റിട്ട കൂടിൻ്റെ ഉള്ളിലാണ് ഈ തൂമ്പ, വെടിവെക്കുന്ന എയർ ഗണ്ണ് എന്നിവയൊക്കെ സൂക്ഷിച്ച് വെച്ചത്. പണ്ട് ഇതുപോലത്തെ ചെമ്പരത്തിൻ്റെ ഇല വെച്ചാൽ ഞങ്ങൾ കുളിക്കുമ്പോൾ താളിയും ഒക്കെ ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.